സർക്കാർ മുൻ അഭിഭാഷകൻ പി.ജി. മനുവിനെ കൊല്ലത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വക്കാലത്തിനെത്തിയ സ്ത്രീയെ പീഡിപ്പിച്ചെന്ന കേസിൽ ജാമ്യത്തിലായിരുന്നു. കേസിന്റെ ആവശ്യങ്ങൾക്കായി താമസിച്ചിരുന്ന വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, കഴിഞ്ഞ ദിവസമെല്ലാം ഇയാൾക്കെതിരെയുള്ള വാർത്തകളും ഇയാളുടെ വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അതിനുശേഷമാണിപ്പോൾ ഈ അഭിഭാഷകന്റെ മരണവാർത്തയും എത്തുന്നത്. എന്താണ് വിവരങ്ങൾ? ഇദ്ദേഹം കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി കൊല്ലത്തെ ആനന്ദവല്ലീശ്വരത്ത് ഒരു കേസിന്റെ വന്ദന കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി അദ്ദേഹം ഹാജരായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ താമസിച്ചു വരവെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ മരണവാർത്ത പുറത്തു വരുന്നത്. സഹാഭിഭാഷകർ ഇന്ന് അദ്ദേഹം താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയപ്പോൾ വീടിന്റെ കതക് തുറക്കാതായി. പിന്നീടാണ് അകത്ത് കടന്നപ്പോൾ വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ഇദ്ദേഹത്തെ കാണപ്പെട്ടത്. എന്തായാലും മുമ്പ് നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ ഇദ്ദേഹം കേസ് നേരിടുന്ന ഒരു വ്യക്തിയാണ്. ഇത് സമാനമായി കഴിഞ്ഞ ദിവസം മറ്റൊരു യുവതി ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ യുവതിയുടെ മൊഴി പോലീസ് സ്വീകരിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ അഭിഭാഷകൻ ഇപ്പോൾ തൂങ്ങി മരിച്ചതിൽ കാണപ്പെട്ടത്. എന്തായാലും മറ്റെന്തെങ്കിലും കാരണങ്ങളോ സാധ്യതകളോ ഉണ്ടോ എന്ന് കൊല്ലം വെസ്റ്റ് പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും പോലീസ് ഇവിടെ എത്തി ആ മൃതദേഹം അവിടെ നിന്നും നീക്കാനുള്ള ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിക്കുകയാണ്. ഒരു പുതിയ പരാതി ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട് എന്ന് കഴിഞ്ഞ കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിലൊക്കെ ഈ നിലയ്ക്ക് വാർത്തകൾ പ്രചരിച്ചിരുന്നതാണ്. മാത്രമല്ല കുടുംബസമേതം ആ വീട്ടിലെത്തിയ ആ സ്ത്രീയോട് മാപ്പ് ചോദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വേണമല്ലോ ഈ മരണവാർത്തയെ കൂടി കാണാൻ. എന്താണ് സഹാഭിഭാഷകരൊക്കെ പറയുന്നത് ഇതേക്കുറിച്ച്? കഴിഞ്ഞ കുറച്ച് ദിവസമായി അത് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു ഇദ്ദേഹം എന്നാണ് ഇപ്പോൾ കൂടെയുള്ള അഭിഭാഷകർ പറയുന്നത്. അദ്ദേഹം ഓഫീസിൽ വന്നാൽ പോലും കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു. ഈ നേരത്തെ ഹർഷൻ പറഞ്ഞതുപോലെ തന്നെ പരാതി കൊടുത്ത യുവതിയുമായി ആ പരാതി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഇദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചകൾക്കൊന്നും അവർ വഴങ്ങിയില്ല. പരസ്യമായി മാപ്പ് പറയാമെന്ന് വരെ അദ്ദേഹം പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അതിനൊന്നും അവർ തയ്യാറാവാതെ പോലീസിന് മുമ്പിൽ മൊഴി നൽകി. പോലീസ് ഇതൊരു എഫ്ഐആർ ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഈ ആത്മഹത്യ വിവരം വരുന്നത്. എന്തായാലും പല ഭാഗത്തു നിന്നും ഇദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ടെലിഫോൺ കോളുകൾ എത്തിയിരുന്നു, ഭീഷണികൾ എത്തിയിരുന്നു എന്നൊക്കെ തന്നെ സഹാഭിഭാഷകർ പറയുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഫോണും CDR വിവരങ്ങളും ഒക്കെ തന്നെ പോലീസ് പരിശോധിക്കും. എന്തായാലും കടുത്ത മാനസിക സമ്മർദ്ദം ഇദ്ദേഹത്തിന് നേരിട്ടിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പരാതി കെട്ടിച്ചമച്ചതാണോ അല്ലെങ്കിൽ ആ സ്ത്രീയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ആത്മഹത്യ ഉണ്ടാകുന്നത്. എന്തായാലും ആത്മഹത്യയിൽ ദുരൂഹത ഉണ്ട് എന്നാണ് സഹാഭിഭാഷകർ പറയുന്നത്. എന്തായാലും ആ തരത്തിലുള്ള മൊഴികളും അഭിഭാഷകരുടെ മൊഴികളും പോലീസ് സ്വീകരിക്കും. അത്തരത്തിലേക്ക് സഹിൻ ആന്റണി കൂടി ചേരുന്നുണ്ട്. സഹിൻ, കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്നിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഈ അഭിഭാഷകനെതിരെ തുടർച്ചയായ പരാതികൾ ഉയർന്ന സാഹചര്യമൊക്കെ പുറത്തു വന്നിരുന്നു. അതിന്മേൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളും ലഭ്യമായിരുന്നു. വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മരിച്ച നിലയിൽ ഈ അഭിഭാഷകനെ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ഹർഷൻ, അതായത് കഴിഞ്ഞ ദിവസവും മനുവിനെതിരെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതായത് പീഡന കേസിൽ മനു പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും ഒരു പീഡനം നടത്തി എന്നുള്ള നിലയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പുറത്തു വന്നിരുന്നത്. അത് പരാതിക്കാരിയുടെ ഭർത്താവ് തന്നെയാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരുന്നത്. തന്റെ മക്കളുമായി പരാതിക്കാരി യാത്ര ചെയ്യുമ്പോൾ മനു നിർബന്ധിച്ച് കാറിൽ കയറ്റുകയും പിന്നീട് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയായിരുന്നു അന്ന് ഈ വീഡിയോയിലൂടെ ഇയാൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും മനുവും മനുവിന്റെ സഹോദരിയും ആ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഈ അഭിഭാഷകന്റെ ഒരു ശരീരഭാഷ ഒരുപക്ഷെ വലിയ രീതിയിൽ ഒരു സർക്കാർ അഭിഭാഷകനൊക്കെ ആയിരുന്നു. അയാൾ തലകുമ്പിട്ട് നിൽക്കുന്ന ശരീരഭാഷയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അന്ന് തന്നെ കടുത്ത മാനസിക സമ്മർദ്ദം ഇയാൾക്കുണ്ടായിരുന്നു എന്നുള്ളത്. മാത്രമല്ല ഇയാളുടെ കുടുംബാംഗങ്ങൾ, സഹോദരി അടക്കമുള്ള ആളുകൾ അവരോട് അപേക്ഷിക്കുന്നുണ്ട് ഈ വീഡിയോ പുറത്തുവിടരുത്, അല്ലെങ്കിൽ ഈ വിഷയം പുറത്തു പറയരുത് എന്നുള്ള രീതിയിൽ അവർ അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ വീഡിയോ പുറത്തു വരികയും അതിൽ വലിയ സമ്മർദ്ദം ഇയാൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാകും ഈ പീഡന കേസിൽ പി.ജി. മനു ജയിലിൽ പോയിരുന്നു. മാത്രമല്ല ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം നടന്നു എന്നുള്ളതായിരുന്നു രണ്ടാമത് ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ പരാതിക്കാരിയുടെ പി.ജി. മനു സർക്കാർ അഭിഭാഷകനെയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 2 കേസുകൾ അദ്ദേഹം നേരിട്ടിരുന്നു എന്നാണ് വിവരം. വക്കാലത്തിനെത്തിയ
യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയാണ് ഏറ്റവും ഒടുവിലുണ്ടായിരുന്നത്. ഇപ്പോൾ മരിച്ച നിലയിൽ അഭിഭാഷകനെ കണ്ടെത്തിയിരിക്കുന്നു. സഹിൻ ആന്റണിയും ഷമീറുമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.